ഇനി കോട്ടയം ജില്ലയിലേക്ക് പോയാൽ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് മീനച്ചിൽ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. ഈരാറ്റുപേട്ട ടൗണിൽ വെള്ളം കയറി. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലും തീക്കോയി വാഗമൺ റോഡ് ഉൾപ്പെടെ തീക്കോയി പഞ്ചായത്തിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉണ്ടായി. ഇതേ തുടർന്ന് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിയിൽ റോഡിൽ വെള്ളം കയറി. കാഞ്ഞിരപ്പള്ളി താലൂക്കിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം വണ്ടൻ പ്ലാവിൽ ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചുപോയി. ഒരു സ്ത്രീയെയും മകനെയും കാണാതായി. ശ്രുതി, തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കോട്ടയം ജില്ലയിൽ നിന്നും രാവിലെ വരുന്നത്. മറ്റൊന്നുമല്ല, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം വണ്ടൻ പ്ലാവിൽ ഒരു വീട്ടിലെ ഒരു സ്ത്രീയെയും മകനെയും കാണാതായിരിക്കുന്നു. വീട് അപ്പാടെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ആദ്യം ഈ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു എന്നായിരുന്നു വാർത്തയായിരുന്നു ആദ്യം വന്നത്. എന്നാൽ പിന്നീട് നേരം പുലർന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വീട് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെയും മകനെയും കാണാതായിരിക്കുന്നു. മണപ്പാട്ട് ജോണിയുടെ ഭാര്യ ഗ്രേസി, ഇവരുടെ മകന്, ഇങ്ങനെ രണ്ടുപേരെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതേപോലെ തന്നെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പൂഞ്ഞാർ നിയോജക മണ്ഡലം മലയോര മേഖലയാണ്, ഈ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരിക്കുന്നു. കൂടുതലായും പൂഞ്ഞാർ മേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. പൂഞ്ഞാർ പെരിങ്ങുളം, അതേപോലെ തന്നെ തീക്കോയി എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പൂഞ്ഞാർ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ രാത്രി മലവെള്ളപ്പാച്ചിലിനെ തുടർന്നും ശക്തമായ മഴയെ തുടർന്നും ഈരാറ്റുപേട്ട ടൗണിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി വെള്ളം കയറി ഈരാറ്റുപേട്ട നടക്കൽ, മുരിക്കോലി ഭാഗങ്ങളിലൊക്കെ നിരവധി വീടുകളിൽ വെള്ളം കയറി. രക്ഷാപ്രവർത്തകരും അഗ്നിരക്ഷാസേനയും പോലീസുമൊക്കെ എത്തി ഇവിടെ നിന്നും ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. കോട്ടയം ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി മേഖലകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ കൂട്ടിക്കൽ, മുണ്ടക്കയം ഭാഗങ്ങളിലൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും പല സ്ഥലങ്ങളിലും റോഡുകളിലടക്കം വെള്ളം കയറുകയും ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കോട്ടയം ജില്ലയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം അത് തുടർന്ന് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവർ മണ്ണിടിച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മീനച്ചിലാറിൻ്റെയും അതേപോലെ തന്നെ മൂവാറ്റുപുഴയാറിൻ്റെയും ഒക്കെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം പെട്ടെന്നുണ്ടാകുന്ന ഉരുൾപൊട്ടലിനെ തുടർന്നൊക്കെ വളരെ വേഗത്തിൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. ഇന്ന് പാലായിലും ഈരാറ്റുപേട്ടയിലുമൊക്കെ ഏതാണ് കണ്ടത്. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിയിലും ഈ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. റോഡിലേക്ക് വെള്ളം കയറുകയും പാലാ ഈരാറ്റുപേട്ട റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും അന്തരീക്ഷം പൊതുവെ മേഘാവൃതമാണ്. എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴയ്ക്ക് വീണ്ടും ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടവും അതേപോലെ തന്നെ കാലാവസ്ഥാ വിഭാഗവും നൽകിയിരിക്കുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും പൂഞ്ഞാറിൻ്റെ പല ഭാഗങ്ങളിൽ, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും വ്യാപകമായ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. വൈദ്യുതി തടസ്സവും ഗതാഗത തടസ്സവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. അശ്വതി.